വൃദ്ധന്റെ മരണത്തിൽ ദുരൂഹത. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. തങ്കമണി പുറക്കയം പുളിങ്കാലായിൽ മാത്യുവിന്റെ മരണത്തിലാണ് ദുരൂഹതയുള്ളത്. ബുധനാഴ്ചയാണ് മാത്യുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5ഓളം അസ്ഥികൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തങ്കമണി പുറക്കയം പുളിങ്കാലായിൽ കുഞ്ഞെന്ന് വിളിക്കുന്ന മാത്യുവിനെയാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾക്ക് 78 വയസ്സാണ് പ്രായം. മാത്യുവിന്റെ ഭാര്യ പാലായിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലായിൽ അവരെ പരിചരിക്കുവാൻ കൂടെ നിൽക്കുന്ന സ്ത്രീയാണ് തങ്കമണിയിൽ അയൽവാസികളെ വിളിച്ച് മാത്യു മരിച്ചു കിടക്കുന്ന വിവരം ബുധനാഴ്ച 3 മണിയോടുകൂടി അറിയിച്ചത്. വിവരമറിഞ്ഞ തങ്കമണി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മാത്യുവിന്റെ ശരീരത്തിലെ അസ്ഥികൾക്കൊടിവും ശരീരത്തിൽ ചതവും ഉള്ളതായി കണ്ടത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് തങ്കമണി സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. രാത്രിയോടുകൂടി മാത്യുവിന്റെ മകൻ ജെറിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഇതേ തുടർന്നാണ് ഇന്ന് ഫോറൻസിക് വിഭാഗവും പോലീസും വീടിനുള്ളിൽ പരിശോധന നടത്തിയത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ലഭിച്ചാൽ മാത്രമേ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് വ്യക്തത വരുത്തുവാൻ കഴിയുകയുള്ളെന്ന് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MB എബി പറഞ്ഞു. മാത്യുവിന്റെ അസ്ഥികളുടെ ഒടിവുകൾക്ക് 5 ദിവസത്തെ പഴക്കമുണ്ടെന്നും പോലീസ് പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.